ആയിരത്തൊന്ന് രാവുകളിലെ കച്ചവടക്കാരനെ ജിന്നിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി രണ്ടാമത്തെ വൃദ്ധൻ പറഞ്ഞ കഥയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. രണ്ട് നായ്ക്കളുടെ ഉടമയായ രണ്ടാമത്തെ വൃദ്ധൻ മുന്നോട്ട് വന്ന് ജിന്നിനോട് പറഞ്ഞു, എൻ്റെയും ഈ നായ്ക്കളുടെയും കഥ ഞാൻ നിന്നോട് പറഞ്ഞാൽ അതും അത്ര തന്നെ അത്ഭുതകരമാണെന്ന് നീ കണ്ടാൽ ഈ വ്യാപാരിയുടെ രക്തത്തിലുള്ള നിന്റെ അവകാശത്തിൻ്റെ 1/3 എനിക്കും ക്ഷമിച്ചു തരുമോ? ജിൻ അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു, അതെ. ഈ 2 വേട്ടനായ്ക്കളും എൻ്റെ സഹോദരന്മാരാണ്. ഞങ്ങളുടെ പിതാവ് മരിച്ചപ്പോൾ 3000 സ്വർണ്ണ നാണയങ്ങൾ ഞങ്ങൾക്ക് അവശേഷിപ്പിച്ചു. ഞാൻ വാങ്ങാനും വിൽക്കാനുമായി ഒരു കട തുറന്നു. എന്നാൽ എൻ്റെ സഹോദരന്മാരിൽ ഒരാൾ സാധന സാമഗ്രികളുമായി യാത്രയ്ക്ക് പുറപ്പെട്ടു. അദ്ദേഹം 1 വർഷം ഞങ്ങളിൽ നിന്ന് അകലെയായിരുന്നു. അതിനുശേഷം നിർധനനായി മടങ്ങി വന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യാത്ര ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് ഉപദേശിച്ചതല്ലേ? എന്നാൽ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സഹോദര, എല്ലാ ശക്തിയും മഹത്വവും യാതൊരാൾക്കുള്ളതോ ആ ദൈവം ഈ സംഭവം നിർണയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ വാക്കുകളിൽ യാതൊരു പ്രയോജനവുമില്ല. എൻ്റെ പക്കൽ ഒന്നും ബാക്കിയില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ അദ്ദേഹത്തോടൊപ്പം കുളിക്കാൻ പോയി. എൻ്റെ സ്വന്തം വസ്ത്രങ്ങളിൽ നിന്ന് വിലപിടിപ്പുള്ള ഒരു വസ്ത്രം അദ്ദേഹത്തെ ധരിപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, ഈ വർഷത്തെ എൻ്റെ കടയുടെ ലാഭം ഞാൻ കണക്കാക്കും. മൂലധനം ഒഴികെയുള്ളത് നീയും ഞാനും തമ്മിൽ പങ്കിടാം. അതനുസരിച്ച് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ എൻ്റെ ലാഭം 2000 സ്വർണ്ണ നാണയങ്ങളാണെന്ന് കണ്ടെത്തി. അത് ഞാനും അദ്ദേഹവും തമ്മിൽ തുല്യ ഭാഗങ്ങളായി പങ്കിട്ടു. എൻ്റെ മറ്റൊരു സഹോദരനും പിന്നീട് യാത്ര പുറപ്പെട്ടു. 1 വർഷം കഴിഞ്ഞ് അതേ അവസ്ഥയിൽ അദ്ദേഹവും നിർധനനായി മടങ്ങിയെത്തി. ആദ്യത്തെ സഹോദരനോട് ചെയ്തതുപോലെ ഞാൻ അദ്ദേഹത്തോടും ചെയ്തു. ഇതിനുശേഷം കുറച്ചു കാലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചപ്പോൾ എൻ്റെ സഹോദരന്മാർ വീണ്ടും യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചു. ഞാനും അവരോടൊപ്പം ചെല്ലണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ ഞാൻ സമ്മതിച്ചില്ല. അവർ നിരന്തരം എന്നെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നെങ്കിലും ഞാൻ അത് അംഗീകരിച്ചില്ല. അങ്ങനെ 6 വർഷങ്ങൾ കടന്നുപോയി. അപ്പോഴും അവർ യാത്ര പോകണം എന്ന നിർബന്ധത്തിൽ ഉറച്ചു നിന്നു. ഒടുവിൽ ഞാൻ സമ്മതിച്ചു. സഹോദരന്മാരെ, നമുക്കുള്ള സമ്പത്ത് എത്രയാണെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. ഞങ്ങൾ അങ്ങനെ ചെയ്തു. അത് 6000 സ്വർണ്ണ നാണയങ്ങളാണെന്ന് കണ്ടെത്തി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമുക്കിതിൽ പകുതി ഭൂമിയിൽ കുഴിച്ചു മൂടാം. എന്തെങ്കിലും ദുരന്തം നമുക്ക് സംഭവിച്ചാൽ അത് ഉപകാരപ്രദമാകും. ശേഷം ഓരോരുത്തർക്കും 1000 നാണയങ്ങൾ വീതം വ്യാപാരത്തിന് കിട്ടും. എൻ്റെ ഉപദേശം മികച്ചതാണെന്ന് അവർ അംഗീകരിച്ചു. അതുകൊണ്ട് ഞാൻ പണമെടുത്ത് 2 തുല്യ ഭാഗങ്ങളാക്കി. 3000 സ്വർണ്ണ നാണയങ്ങൾ കുഴിച്ചുമൂടി. മറ്റേ പകുതിയിൽ നിന്ന് ഓരോരുത്തർക്കും 1000 സ്വർണ്ണ നാണയങ്ങൾ വീതം നൽകി. പിന്നീട് ഞങ്ങൾ വ്യാപാര സാധനങ്ങൾ ഒരുക്കി ഒരു കപ്പൽ വാടകയ്ക്കെടുത്തു. ഞങ്ങളുടെ സാധനങ്ങൾ കയറ്റി 1 മാസം മുഴുവൻ യാത്ര തുടർന്നു. അതിൻ്റെ അവസാനത്തിൽ ഞങ്ങൾ ഒരു നഗരത്തിലെത്തി. ഞങ്ങളുടെ വ്യാപാര സാധനങ്ങൾ വിറ്റു. ഓരോ സ്വർണ്ണ നാണയത്തിനും 10 നാണയങ്ങൾ വീതം ലാഭം നേടി. ഞങ്ങൾ വീണ്ടും യാത്ര പുറപ്പെടാനൊരുങ്ങിയപ്പോൾ സമുദ്രതീരത്ത് കീറിയ വസ്ത്രങ്ങൾ ധരിച്ച ഒരു യുവതിയെ ഞങ്ങൾ കണ്ടു. അവൾ അനാഥയാണെന്നും വേറെ ആരുമില്ല എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ പിടിച്ച് കാരുണ്യത്തിന് യാചിച്ചു. അങ്ങനെ ഞാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു. ഞാൻ അവളെ ഏറ്റെടുത്തു, വസ്ത്രം ധരിപ്പിച്ചു, കപ്പലിൽ അവൾക്കായി സുന്ദരമായ ഒരു സ്ഥലം ഒരുക്കി, അവളോട് ദയയോടും ബഹുമാനത്തോടും കൂടി പെരുമാറി. പിന്നീട് ഞങ്ങൾ യാത്ര തുടർന്നു. ഇതിനിടയിൽ എൻ്റെ സഹോദരന്മാർക്ക് എന്നോട് വർദ്ധിച്ചു വരുന്ന അസൂയ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അവർ എന്നോട് എൻ്റെ സമ്പത്തിൻ്റെയും വ്യാപാര സാധനങ്ങളുടെ സമൃദ്ധിയെയും ചൊല്ലി അസൂയപ്പെട്ടു. അത്യാഗ്രഹത്തിൻ്റെ കണ്ണുകൊണ്ട് അവർ എൻ്റെ സമ്പത്തിനെ ഉറ്റുനോക്കി. അതുകൊണ്ട് അവർ എന്നെ കൊന്ന് എൻ്റെ സമ്പത്ത് ഏറ്റെടുക്കാൻ പരസ്പരം ആലോചിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയുടെ അരികിൽ ഉറങ്ങുമ്പോൾ അവർ വന്ന് ഞങ്ങൾ 2 പേരെയും എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. എന്നാൽ എൻ്റെ ഭാര്യ ഉണർന്നയുടനെ അവൾ സ്വയം ഒരു ജിന്നായി രൂപാന്തരപ്പെട്ടു. അവൾ ഉടൻ തന്നെ എന്നെ എടുത്തുകൊണ്ടുപോയി ഒരു ദ്വീപിലെത്തിച്ചു. കുറച്ചു നേരം അപ്രത്യക്ഷയായി. രാവിലെ അവൾ മടങ്ങി വന്ന് എന്നോട് അവൾ ഒരു ജിന്നാണെന്നും അവളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചതെന്നും എന്നോട് ഇങ്ങനെ ചെയ്ത എൻ്റെ സഹോദരന്മാരെ അവൾക്ക് കൊല്ലണമെന്നും പറഞ്ഞു. ഞാൻ എന്നാൽ എൻ്റെ സഹോദരന്മാരുടെ സർവനാശം ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവളോട് വളരെയധികം അപേക്ഷിച്ചതിന് ശേഷമാണ് അവൾ അവരെ 2 പേരെയും വേട്ടപ്പട്ടികളായി രൂപം മാറ്റിയത്. കഴിഞ്ഞ 10 വർഷമായി ഇവർ എൻ്റെ ഒപ്പമുണ്ട്. ഇനിയെങ്കിലും അവർക്ക് മാപ്പ് കൊടുത്ത് അവരെ പഴയ രൂപത്തിലാക്കണം എന്ന ആഗ്രഹവുമായി ഞാൻ അവളെ തേടി ഇറങ്ങിയതാണ്. അല്ലയോ ജിന്നെ, എൻ്റെ ഈ കഥ നിനക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ പാവം വ്യാപാരിയുടെ 1/3 തെറ്റുകൂടി നീ പുറത്തു കൊടുക്കണം. ജിന്നിന് ആ കഥ അത്ഭുതകരമായി തന്നെ തോന്നി. അതുകൊണ്ട് തന്നെ വ്യാപാരിയുടെ കുറ്റത്തിൽ 2/3 ജിന്ന് ക്ഷമിച്ചു.
ഇനി മൂന്നാമത്തെ വൃദ്ധൻ്റെ ഊഴമായിരുന്നു. അയാൾ തൻ്റെ കയ്യിലുള്ള മൃഗവുമായി മുന്നോട്ട് വന്നു. ഇത് എൻ്റെ ഭാര്യയായിരുന്നു. ഇവൾ എൻ്റെ തന്നെ അടിമയുമായി പ്രണയത്തിലായി. ഞാൻ അവളെ അവനോടൊപ്പം കണ്ടെത്തിയപ്പോൾ അവൾ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിന്മേൽ ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ട് എൻ്റെ മേൽ തളിച്ചു. എന്നെ ഒരു നായയാക്കി രൂപാന്തരപ്പെടുത്തി. ഈ അവസ്ഥയിൽ ഞാനൊരു കശാപ്പുകാരൻ്റെ കടയിലേക്ക് ഓടി. അദ്ദേഹത്തിൻ്റെ മകൾ എന്നെ കണ്ടു. മന്ത്രവാദത്തിൽ വൈദഗ്ധ്യമുള്ള അവൾ എന്നെ എൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും എൻ്റെ ഭാര്യയെ ഇപ്പോൾ കാണുന്ന രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്തു. എൻ്റെ കഥയും നിനക്ക് അത്ഭുതമാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ വ്യാപാരിയുടെ മുഴുവൻ കുറ്റവും നീ ക്ഷമിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ജിന്നിന് അവർ മൂന്നുപേരും പറഞ്ഞ കഥകളെല്ലാം അത്ഭുതകരമായി തോന്നിയതുകൊണ്ട് തന്നെ വ്യാപാരിയുടെ പേരിലുള്ള മുഴുവൻ കുറ്റവും ക്ഷമിച്ച് ജീവൻ ദാനമായി കൊടുക്കാൻ തീരുമാനിച്ച് അവിടെ നിന്ന് മാഞ്ഞുപോയി. വ്യാപാരി പിന്നീട് വൃദ്ധന്മാരുടെ അടുത്തേക്ക് ചെന്നിട്ട് തൻ്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചതിൽ അവരോട് നന്ദി പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവരവരുടെ വഴികളിലേക്ക് യാത്ര തുടർന്നു.